അതും വീണ്ടും സെറ്റാക്കി. അപ്പം നേരെ ബാക്കിൽ 3D പ്രിന്റിങ് ആക്കും. ആൻഡ് ഈ സൈഡിൽ എൻ്റെ സിമുലേറ്റർ സെറ്റപ്പ് ചെയ്യും. അപ്പം സിമുലേറ്റർ ലൈവ് ഇവിടെ നിന്നും വീട്ടിൽ നിന്നും എനിക്കുണ്ടാവും. അപ്പോൾ അതും കൂടെ നാളെ എല്ലാം സെറ്റ് ചെയ്യും. അപ്പോൾ എല്ലാവർക്കും വെൽക്കം. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ ടൂർണമെന്റ് കാര്യം പറയാം. അപ്പോൾ നമ്മൾ ആ ഒരു ഇന്റർവെല്ലിൽ പയ്യെ ഓരോ ടൂർണമെന്റ്സ് നല്ല രീതിയിൽ കൊണ്ടുവരാം എന്നുള്ളൊരു സാധനമായിരുന്നു. അപ്പൊ ഇപ്പൊ കറന്റ് നമുക്ക് സെർവറും ഇല്ല. ആൾക്കാർക്ക് PvP കളിക്കുന്ന കുറെ പ്ലേയേഴ്സ് ഉണ്ട്, അവർക്കൊന്നും ഒരു കളിക്കാനുള്ള ഒരു ഇതും ഇല്ല. അങ്ങനത്തെ ഒരു രീതിയിലായി ഇരിക്കുക ഇപ്പൊ മൊത്തത്തിൽ. അപ്പം നമ്മൾ വിചാരിച്ചു അത് ഇപ്പൊ ഒരു പെർഫെക്റ്റ് ടൈമാണ്. അതുകൊണ്ട് ആ ഒരു ടൈമിൽ നമുക്കൊരു ടൂർണമെന്റ് നടത്താമെന്ന്. സോ അഗെയിൻ എക്സ്ലാൻഡിക്സ് എക്സ് ഈഗിൾ ഗെയിമിംഗ് ഒരു വലിയ ടൂർണമെന്റ് നമ്മൾ അനൗൺസ് ചെയ്യുവാണ് ഇന്ന്. സോ ടൂർണമെന്റ് വിൽ ബി ഇൻസൈഡ് എക്സ്ലാൻഡിസിന്റെ പുതിയ സെർവറിൽ തന്നെ ആയിരിക്കും ടൂർണമെന്റ് നമ്മൾ നടത്താൻ പോണ. വേറൊരു സെർവറിലും അല്ല, എക്സ്ലാൻഡിസിൽ തന്നെയാണ് നടത്തുന്നത്. എക്സ്ലാൻഡിസിൽ ആയിരിക്കും നമ്മുടെ ഈ ഒരു ടൂർണമെന്റ് നമ്മൾ ഇത് ചെയ്യുന്നത്. ആൻഡ് ഈ ടൂർണമെന്റ് ഒരു ഗുഡ് കോസിനും കൂടി ആണ്. നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ഒരാളുടെ വീട് ജപ്തിയ. അപ്പം ആ ജപ്തിയിൽ നിന്ന് നമ്മൾ കയ്യിൽ നിന്ന് നമ്മൾ കുറച്ച് പേര് TV ക്രിയേറ്റേഴ്സ് എല്ലാവരും കൂടെ പൈസ ഇട്ടിട്ടും, പിന്നെ നിങ്ങളുടെ കയ്യിൽ നിന്ന് പബ്ലിക്കലി ഒന്നും ഞങ്ങൾ കളക്ട് ചെയ്യുന്നില്ല. നിങ്ങൾ 1 രൂപ പോലും അതിനകത്ത് ഇടണ്ട. അത് ഞാൻ പറയാണ്. നമ്മൾ ഈ ടൂർണമെന്റ് നടത്തുന്നതിൽ നിന്ന് കിട്ടുന്ന റവന്യൂ അതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഗുഡ് കോസ് അല്ല, അപ്പാപ്പൻ്റെ ഒന്നുമല്ല കൈസ്, അപ്പാപ്പൻ്റെ വീടൊന്നും ജപ്തിയൊന്നുമല്ല. അപ്പോൾ ആ ഒരു ഇതിന് വേണ്ടിയിട്ടും കൂടി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഞാനായിരിക്കും ഹോസ്റ്റ് ചെയ്യുന്നത്, ഞാനും ബ്രാവോയും കൂടെ ആയിരിക്കും ഹോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു സാധനം ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യുന്ന സമയത്ത് അത് രണ്ടും കൺസിഡർ ചെയ്തിട്ടാണ്. അതായത് ഒന്നാമത് കാര്യം ഇപ്പോൾ കളിക്കാനുള്ള സെർവർ ഇല്ലാത്തതും, രണ്ടാമത് ഇങ്ങനെ ഒരു ഇമ്മീഡിയറ്റ് കോഴ്സ് നമുക്ക് വന്നതുകൊണ്ട്, ഈ ഒരു 2 കേസ് ഉള്ളതുകൊണ്ട് നമ്മളത് ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യുന്നത്. സോ എന്തായിരിക്കുമെന്ന് വെച്ചാൽ ടൂർണമെന്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ ടൂർണമെന്റ് പ്രൈസ് പൂൾ വിൽ ബി കഴിഞ്ഞ വട്ടത്തെ പോലെ 1 ലക്ഷം രൂപ പ്രൈസ് പൂൾ പ്ലസ് സ്പോൺസർഷിപ്സ് ഉണ്ടാവും. ഇതിന്റെ കംപ്ലീറ്റ് സ്പോൺസർഷിപ്പ് ലിസ്റ്റ് നമുക്ക് കിട്ടിയിട്ടില്ല, അതിനൊരു 3 days എടുക്കും. 2-ാം തീയതി ആയിരിക്കും നമ്മുടെ ടൂർണമെന്റ് സ്റ്റാർട്ട് ആവുന്നത്. 2-ാം തീയതി ആകും ടൂർണമെന്റ്. അപ്പോൾ ടൂർണമെന്റിൽ ഈ പ്രൈസ് പൂളിന് മുകളിലോട്ട് സ്പോൺസർഷിപ്പ് ചെയ്യാൻ താല്പര്യമുള്ള കഴിഞ്ഞ വട്ടത്തെ പോലെ വന്ന എല്ലാവരും അതിനകത്ത് കഴിഞ്ഞ വട്ടം ചെയ്തതുപോലത്തുള്ള ആൾക്കാരൊക്കെ വരുവാണെങ്കിൽ പ്രൈസ് വിൽ ബി മച്ച് ഹയർ. അപ്പം എന്താണെന്ന് വെച്ചാൽ മെയിനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ടൂർണമെന്റ് ഫോർമാറ്റ് എന്ന് പറയണത് എത്ര ടീംസിന് വേണമെങ്കിലും രജിസ്റ്റർ ചെയ്യാം. ഇനി നമ്മളൊരു ഓപ്പൺ ഫോറം ഇടും, രജിസ്റ്റർ ചെയ്യുന്ന എത്ര ടീമുണ്ടോ അത്രയും ടീമിനെ വെച്ച് നമ്മൾ ടൂർണമെന്റ് നടത്താൻ പോവാം. അതായത് ഈ വട്ടം നമ്മൾ ആരെയും ഒഴിവാക്കുന്നില്ല. എക്സ്ലാൻഡിസിലെ പ്ലേയേഴ്സിനെ മാത്രമല്ല, എക്സ്ലാൻഡിസിന്റെ പുറത്ത് കേരളത്തിൽ ഏതൊക്കെ RP പ്ലേയേഴ്സ് ഉണ്ടോ, കേരളത്തിൽ ഏതൊക്കെ RP ഗ്യാങ് കുറെ പേരെ സോർട്ട് ചെയ്തു എന്നുള്ളൊരു പരാതി ഉണ്ടായിരുന്നു. സോ ഈ വട്ടം അപ്പം നമ്മൾ എല്ലാവർക്കും ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നുണ്ട്. മെയിനായിട്ടെന്ന് പറഞ്ഞാൽ ഒരു ഗ്യാങ്ങിൽ നിന്ന് 3 ടീമിനെ നമ്മൾ അലോ ചെയ്യും. എല്ലാ ഗ്യാങ്സിനും 3 ടീം. കാരണം തമിഴ് പ്ലേയേഴ്സിനെ കറന്റ് നമ്മളിപ്പോൾ അലോ ചെയ്യുന്നില്ല. തമിഴ് പ്ലേയേഴ്സ് എന്ന് പറഞ്ഞാൽ തമിഴ് സെർവർ മാത്രം കളിക്കുന്ന ആൾക്കാരെ നമ്മളിപ്പോൾ കറന്റ് ചെയ്യുന്നില്ല. നമ്മുടെ അവിടെ ആൻറ്റി ചീറ്റ് ഉണ്ടാവും. ഹാക്ക് പിടിച്ച വോൾ ഓഫ് ഷെയിമിലൊന്നും ഇടത്തില്ല. ഞാൻ ഈ 10-15,000 പേരുടെ മുമ്പിൽ വെച്ച് ഇങ്ങനെ ഇരുന്നങ്ങ് വെച്ചിരുന്നങ്ങ് അവരാധിക്കും. അല്ലാതെ വോൾ ഓഫ് ഷെയിം ഒന്നുമില്ല. പെർമനന്റ് ബാൻ ആയിരിക്കും, അതേ ഉള്ളൂ, വേറൊന്നുമില്ല. ഹാക്കൊക്കെ ഇട്ടുകൊണ്ട് വരും, ഫയൽ ഇട്ടണന്മാരൊക്കെ ഇട്ടുകൊണ്ട് വരട്ടെ. നമുക്ക് പിടിക്കാനുള്ള ടീമൊക്കെ ഉണ്ട്, അത്യാവശ്യം കാര്യങ്ങളെല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ടൂർണമെന്റിന്റെ ഒരു ഫോർമാറ്റ് ഞാൻ പറഞ്ഞുതരാം ഗൈസ്. ഒരു ടീമിൽ 10 പേര് പ്ലസ് 2 സബ് 12 പേരെ നിങ്ങൾക്ക് ടീമിൽ കൊണ്ടുവരാം. ആൻഡ് ഇപ്പോൾ എക്സ്ലാൻഡിസിലെ ഫോർമാറ്റ് അനുസരിച്ച് ഒരു ഗ്യാങ്ങിൽ മിനിമം സിറ്റുവേഷനിൽ 35 മെമ്പേഴ്സ്, മാക്സിമം കൗണ്ട് എന്ന് പറയുന്നത് 35 ആണ്. അപ്പോൾ എങ്ങനെ പോയാലും എല്ലാ ഗ്യാങ്ങിലും 30+ മെമ്പേഴ്സ് ഉണ്ട്. സോ എല്ലാവർക്കും കളിക്കാൻ ഒരു അവസരം എന്നുള്ളൊരു സാധനം ഉള്ളത് കൊണ്ട് നമ്മൾ ഒരു ടീമിൽ നിന്ന് ഒരു ഗ്യാങ്ങിൽ നിന്ന് 3 ടീമിനെ അലോ ചെയ്യുന്നുണ്ട്. സോ മേ ബി TV ഹോസ്റ്റ് ആയതുകൊണ്ട് ഒബ്വിയസ്ലി TV ഗേവ് ചെയ്യുന്ന സൈഡിൽ നിന്ന് അവർക്ക് ഇനി ഇൻ കേസ് ഒരു സ്ലോട്ടും കൂടെ വേണം എന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി അത് ഉറപ്പായിട്ട് നമ്മൾ അതും കൊടുക്കും, കഴിഞ്ഞ വട്ടം ടൂർണമെന്റ് നടത്തിയതുപോലെ. സോ ബാക്കി എല്ലാവർക്കും 3 സ്ലോട്ട് വെച്ച് 10 മെമ്പേഴ്സുള്ള 3 സ്ലോട്ട് ആയിരിക്കും. ആൻഡ് ഈ വട്ടം നമ്മൾ ചെറിയൊരു ചേഞ്ച് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ഇതിന്റെ മാപ്പ് ഫുള്ളി ഡെവലപ്പ് ചെയ്തേക്കുന്നത് ഒരു എൻട്രി ഫീ ഒന്നുമില്ല, ഫ്രീ രജിസ്ട്രേഷൻ. ആർക്കും എൻട്രി ഫീ നമ്മുടെ ഒരാളുടെ കയ്യിൽ നിന്ന് 5 പൈസ നമ്മൾ കളക്ട് ചെയ്യുന്നില്ല, നമ്മൾ ഇതിൽ നിന്ന് തന്നെയാണ് നമ്മൾ എല്ലാം കൊടുക്കുന്നത്. സോ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ വട്ടം ടൂർണമെന്റിന്റെ ഒരു ഫോർമാറ്റ് ഞാൻ കൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ടൂർണമെന്റ് നടക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത് സെയിം ലൈക്ക് PUBG. നമ്മൾ എൻറ്റയർ മാപ്പ് സെലക്ട് ചെയ്തിട്ടില്ല, കാരണം ഓവർലോഡും ബാക്കിയുള്ള കാര്യങ്ങളും ഒന്നും ഇതാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എൻറ്റയർ GTA മാപ്പ് സെലക്ട് ചെയ്തിട്ടില്ല. നമ്മളൊരു പർട്ടിക്കുലർ ഏരിയ, അത് വൈഡ് ഏരിയ ആണ്, കുറച്ച് വലിയ ഏരിയ ആണ്. ആ ഏരിയ നമ്മൾ സെലക്ട് ചെയ്തിട്ട് അവിടുന്ന് നമ്മൾ ഫ്ലൈറ്റിനകത്ത് നിങ്ങളെ കയറ്റും. PUBG പോലെ തന്നെ ഫ്ലൈറ്റിനകത്ത് കയറ്റി നിങ്ങൾ ഫ്ലൈറ്റിൽ നിന്ന് നിങ്ങൾ താഴെ ചാടണം. താഴെ ചാടുന്ന സമയത്ത് നിങ്ങൾക്ക് താഴെ ലൂട്ട് ബോക്സ് ഉണ്ടാവും. ആ ലൂട്ട് ബോക്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ലൂട്ട് ബോക്സിൽ നിന്ന് തന്നെ
ബാക്കിയുള്ള എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വൺസ് നിങ്ങൾക്ക് ഇത് താഴെ ഇറങ്ങി ലൂട്ടെല്ലാം എടുത്തതിന് ശേഷം നിങ്ങൾക്ക് വണ്ടി ഉണ്ടാവും റൊട്ടേറ്റ് ചെയ്യാൻ, പൊസിഷൻ പിടിക്കാൻ. പക്ഷെ ഈ വട്ടം അത്രയ്ക്ക് ഈസി ആയിട്ട് കില്ലെടുക്കാൻ പറ്റത്തില്ല. പബ്ജി പോലെ തന്നെ അടിച്ചിട്ട് കഴിഞ്ഞാൽ ആള് നോക്കായി കിടക്കത്തേ ഉള്ളൂ. നോക്കായ ആളെയും ഫിനിഷ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഒരു കില്ല് കിട്ടുള്ളൂ. മനസ്സിലായോ? അതായത് നോക്കായ ആളെ ടീംമേറ്റിന് റിവൈവ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. അതായത് 10 പേരുണ്ടെങ്കിൽ ഒരാളെ നോക്കാക്കി ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ നോക്കാക്കിയ ആളെ പോയി റിവൈവ് ചെയ്ത് 10 തിരിച്ചു കൊണ്ടുവരാനുള്ള ഓപ്ഷനും ഉണ്ട്. സോ ഒരു എക്സാക്ട്ലി ഒരു പബ്ജി ടൂർണമെന്റ്, പബ്ജി നടക്കുന്നത് പോലെ തന്നെ നടക്കാൻ GTA ഇത് കോഡ് ചെയ്തത് നമ്മുടെ എന്താ നിഞ്ചയാണ്. 4 ദിവസം ഇപ്പൊ ഞാൻ അവനോട് ഇത് കോഡ് ചെയ്ത് തുടങ്ങാൻ പറഞ്ഞിട്ട് ഒരു 3-4 ദിവസം ആയതേ ഉള്ളൂ. 4 ദിവസത്തിനകത്താണ് ഈ കോഡിങ് കഴിഞ്ഞത്. ഇത് GTA നടക്കുന്നത്, പബ്ജിയിലല്ല ഞാൻ പറയണേ. ശോകമൊന്നും ആവത്തില്ല കൈസ്, അത് നന്നായിട്ട് പൊക്കോളും. അത് പബ്ജി എങ്ങനെയാണോ അതുപോലെ തന്നെ ആണ്. ഗൺ റേഞ്ച് ക്ലോസ് മിഡ് ഫൈറ്റ് മാത്രമേ ഉള്ളൂ, സ്നൈപ്പേഴ്സ് ഒന്നുമില്ല, സ്നൈപ്പറും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പം അങ്ങനെയായിരിക്കും നമ്മൾ ടൂർണമെന്റ് കറന്റ് നടത്താൻ പോണത്. ആൻഡ് അതിന്റെ കൂടെ തന്നെ അവൻ ഈ ലിമിറ്റഡ് ടൈമിൽ നമുക്ക്, കാരണം 2-ാം തീയതി ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടൂർണമെന്റ് സ്റ്റാർട്ട് ചെയ്യാനുള്ളത്. നാളെ നമ്മൾ രജിസ്ട്രേഷൻ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനാണ്. അപ്പോൾ രജിസ്ട്രേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം 2-ാം തീയതി ആയിരിക്കും, 2-ാം തീയതി തൊട്ട് ഒരു അൾട്ടിമേറ്റ് ടൂർണമെന്റ്. കാരണം ഗൈസ് ഇത് ഞങ്ങളുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ മാക്സിമം 3 ദിവസത്തിനകത്ത് തീർക്കുക എന്നുള്ളതാണ്. കാരണം സെർവർ വരെ എന്തായാലും ഒരു 8-10 ദിവസം എടുക്കും. പക്ഷെ ടീം എത്ര കൂടുതലുണ്ടോ എന്ന്, എത്ര ലൈഫ് ഉണ്ടെന്നോ അങ്ങനെയല്ല ബ്രോ. റീകോൾ അല്ല ഗൈസ്, റിവൈവ് ആണ്. നിങ്ങൾക്ക് റീകോൾ അല്ല ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ റീകോൾ വേണമെങ്കിൽ, റീകോൾ അടക്കം അവൻ പറഞ്ഞത് റീകോൾ ചെയ്യാന്നാണ്. നമ്മൾ പറഞ്ഞാൽ നമ്മൾ റീകോൾ വേണ്ട, റിവൈവ് ചെയ്യാൻ പറയും. എന്ന് വെച്ചാൽ വീണ് കിടന്നാൽ നമ്മുടെ ഒരു ടീംമേറ്റിനെ ഒരാളെ നിങ്ങൾ അടിച്ചു കഴിഞ്ഞാൽ അവൻ നോക്കാവും. ആദ്യം ഫുൾ ഇത് കഴിയുമ്പോൾ നോക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് റസ് ചെയ്താൽ തിരിച്ച് ഷീൽഡ് ഇല്ലാതെ ഫുൾ HP ഇതാവും. വീഡിയം ഒന്നും അലോഡല്ല. വീഡിയം നമ്മൾ മറ്റേ ആന്റി വീഡിയം സാധനം അത് സെറ്റ് ചെയ്യുന്നുണ്ട്. വീഡിയം അലോഡല്ല. 10 പേരുള്ളതുകൊണ്ട് നമുക്ക് അതൊന്നും വേണ്ട. പിന്നെ യൂട്ടിലിറ്റീസ് കൂടുതലും ഇൻവോൾവ് ചെയ്യാനുള്ള ശ്രമമുണ്ട്. സ്മോക്ക്, മോൾട്ടോവ് ഇങ്ങനത്തെ സാധനങ്ങൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും. ആൻഡ് നമുക്ക് വേണ്ടുന്നത് മെയിനായിട്ട് എത്ര പേര് ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുമെന്നുള്ളൊരു കാര്യം പറയണം. അതിനനുസരിച്ച് ഞങ്ങൾക്ക് ഡേയ്സ് ഇതാക്കാൻ പറ്റത്തുള്ളൂ. അതായത് ഫൈനൽ വിൽ ബി പോയിന്റ് ടേബിളിൽ നിൽക്കുന്ന 15 ടീമോ അല്ലെങ്കിൽ 10 ടീമോ ആയിരിക്കും ഫൈനൽ. അന്നൊരു 3 മാച്ച് ഉണ്ടാവും. 3 മാച്ചിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് സെക്യൂർ ചെയ്യുന്ന ടീമിനായിരിക്കും ഫസ്റ്റ് പ്രൈസ് കിട്ടാൻ പോണത്. ആൻഡ് അങ്ങനെയാണ് നമ്മൾ ഫുൾ മാപ്പ് അല്ല, പകുതി മാപ്പേ ഉള്ളൂ. പകുതി എന്ന് പറഞ്ഞാൽ പകുതിയല്ല, അത്യാവശ്യം കളിക്കാൻ സോൺ ഷിഫ്റ്റ് ആവുന്ന ഒരു ഇതുണ്ട്. TV നീൽ വില്ലുമോന്റെ സെക്കൻഡ് അക്കൗണ്ട് സ്പോട്ട് ഇടുന്നോ? അതെന്താ നീല അങ്ങനെ പറഞ്ഞേ? ഫ്രീ ഫയർ കോപ്പി ഉണ്ടാവുന്ന എടാ എന്താടാ, ബാറ്റിൽ ഗ്രൗണ്ട് ഗെയിംസ് അല്ലേ ഏകദേശം സെയിം അല്ലേടാ. അപ്പൊ ആ സാധനം ഗോകുനെ കൊണ്ടുവരാൻ കമന്ററിയില്ലേ. പക്ഷെ ഗോകു എനിക്ക് തോന്നുന്നു ഇവരെല്ലാം കളിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഞാനും ഗോകു എന്തായാലും കളിയില്ലാത്ത ദിവസം അവനെ നമുക്ക് കമന്ററിക്ക് കൊണ്ടുവരാം. ഗോകും അപ്പാപ്പനും ഞാനും ആയിരിക്കും, വി വിൽ ബി ദ ഹോസ്റ്റ്. അപ്പം നമുക്ക് ടീമിൽ നിന്ന് എല്ലാ കേരളത്തിലെ ഞാൻ എല്ലാ RP കളിക്കുന്ന ഗ്യാങ്സുകളെയും ഞാൻ ഓപ്പൺ ഇപ്പൊ ഇത് നമുക്ക് സെർവർ ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് നിങ്ങളെ ഒന്നും വന്ന് ഇൻവൈറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഞങ്ങൾക്കില്ല. അതുകൊണ്ട് കഴിഞ്ഞ വട്ടം നമ്മൾ എക്സ്ലാൻഡിസ് മാത്രമായിരുന്നു ഒരു ഇൻവിറ്റേഷൻ കൊടുത്തത്. ഈ വട്ടം അങ്ങനല്ല. നിങ്ങൾ ഏത് RP സെർവറിൽ കളിക്കുന്ന ഗ്യാങ് ആണെങ്കിലും നിങ്ങൾക്ക് അത്യാവശ്യം നിങ്ങൾക്ക് ആഗ്രഹവും, നിങ്ങൾക്ക് എക്സ്ലാൻഡിസിലൊക്കെ കയറി കളിക്കണം, TV ഒക്കെ അടിക്കണം, KV ഒക്കെ അടിക്കണം എന്ന് ആഗ്രഹമുള്ള എല്ലാ ഗ്യാങ്ങുകൾക്കും വരാം, രജിസ്റ്റർ ചെയ്യാം. നിങ്ങൾക്കും ഈ ലോബി ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. സോ നിങ്ങളുടെ 3 ടീമിന് കളിക്കാം. അപ്പം നിങ്ങളെല്ലാവരും നിങ്ങൾക്ക് താല്പര്യമുള്ള എല്ലാവരും രജിസ്റ്റർ ചെയ്യുക. രജിസ്ട്രേഷൻ ഫീസ് ഒന്നുമില്ല, ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് ഈ ഒരു ഇത് നമ്മൾ അറേഞ്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ ടൂർണമെന്റ് എത്ര ദിവസത്തേക്ക് ഉണ്ടാവും എന്ന് നമുക്ക് ഫൈനൽ ലിസ്റ്റ് അറിഞ്ഞാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. നമ്മുടെ എന്തായാലും എക്സ്ലാൻഡിസ് മാത്രം നോക്കിയാൽ തന്നെ